ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഞാനൊരു കണക്ക് പറഞ്ഞു തരാം. ഈ കണക്ക് മനസ്സറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാ. RSSകാരും BJPക്കാരും അടങ്ങുന്ന സംഘപരിവാർ പ്രവർത്തകരാണ്. അല്ലെങ്കിൽ ഇത് കേൾപ്പിക്കേണ്ടത് അവർക്കാണ്. പൗരത്വ ഭേദഗതി നിയമം ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും നടപ്പിലാക്കും എന്ന് പറയുന്ന RSSകാരും BJPക്കാരും തിരിച്ചറിയേണ്ട ഒരു കണക്കാണ്. ഈ കണക്ക് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും വീഴും, ഞങ്ങളും വീഴും, ഈ രാജ്യവും വീഴും എന്ന കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറയുന്ന കണക്ക് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പണത്തെക്കുറിച്ചാണ്. അത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അമ്പരന്ന് പോകും. പ്രതിവർഷം ഇന്ത്യ രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണം എന്ന് പറയുന്നത് ഏകദേശം 4,89,69,694 കോടി രൂപ. ഞെട്ടിയില്ലേ? അമ്പരന്ന് പോയില്ലേ? US ഡോളർ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 68.968 US ബില്യൺ ഡോളർ എന്നർത്ഥം. അതായത് ഏകദേശം ഇന്ത്യ രാജ്യത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ കറങ്ങിത്തിരിയുന്ന പണത്തിന് വിദേശ രാജ്യങ്ങളോട് ഒരു കടപ്പാടുണ്ട് എന്നർത്ഥം. വലിയ ഒരു തുകയാണ്, എത്രയോ വലിയ ഒരു തുകയാണ് വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നാൽ ഇന്ത്യ വിദേശ രാജ്യങ്ങൾക്ക് തിരിച്ചു നൽകുന്ന പണം എത്രയാണ്? ആ കണക്കും കൂടി ഒന്ന് പറഞ്ഞു തരാം. 40,545 കോടി രൂപ മാത്രം. അവിടെ നിന്ന് വരുന്നത് 4,89,69,694 കോടിയാണെങ്കിൽ ഇന്ത്യ തിരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റു പല ആവശ്യങ്ങൾക്കായി നൽകുന്നത് വെറും 40,545 കോടി രൂപ. US ഡോളർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5.70 US ബില്യൺ ഡോളർ. അതായത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പണത്തിന്റെ ഒരു 10% പോലും ഇന്ത്യ വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്നില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന പണമാണ് കൂടുതൽ. ഇനി എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം വരുന്നത്? അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് പണം നൽകുന്ന വിദേശ രാജ്യം ഏതാണ്? അല്ലെങ്കിൽ ആ നൽകുന്ന രാജ്യം ആരുടെ കീഴിലുള്ളതാണ്? അതൊന്ന് ചിന്തിച്ചു നോക്കുക. UAE ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പണം നൽകുന്ന രാജ്യം. ഏകദേശം 13.823 US ബില്യൺ ഡോളറാണ് UAE ഇന്ത്യക്ക് നൽകുന്നുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്തേക്ക് എത്തുന്ന വിദേശ പണങ്ങളിൽ ആദ്യം നിൽക്കുന്നത് UAE ആണ്. ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണ്? അതും നമുക്ക് തിരഞ്ഞെടുത്ത് നോക്കാം. അതും അറബ് രാഷ്ട്രമാണ്, സൗദി അറേബ്യ. ഏകദേശം നൽകുന്നത് 11.239 US ഡോളറാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന പണത്തിന്റെ പകുതിയും നൽകുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നുള്ളതിന്റെ ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇനി മൂന്നാമതാണ് US നിലനിൽക്കുന്നുള്ളത്. അതായത് അമേരിക്കയുള്ളത് 3-ാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് അറബ് രാഷ്ട്രങ്ങളാകുമ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും മറ്റു സമുദായക്കാരുമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ജോലി ചെയ്യുന്നത് അറബ് രാഷ്ട്രങ്ങളിലാണ് കൂടുതൽ എന്നുള്ളതിന്റെ ഞെട്ടിപ്പിക്കുന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തോട് പ്രകടമായ വസ്തുതാപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ അറബ് രാഷ്ട്രങ്ങൾ ഇനി ഞങ്ങളുടെ രാജ്യത്ത് ചില നിബന്ധനകൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ പണം അതിൽ വലിയ കുറവ് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ
ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ലഭിക്കുന്നത് വിദേശത്ത് നിന്ന് വരുന്ന ഈ പണം തന്നെയാണ്. അവരെയും ഈ പണം സ്വാധീനിക്കുന്നുണ്ട്. കോടീശ്വരനിൽ കോടീശ്വരനായ കോർപ്പറേറ്റ് കിങ്, വൻകിട മുതലാളിയെയും ഈ പണം സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഈ വിദേശ പണം, അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും വരുന്ന ഈ പണം, അത് ഇന്ത്യ രാജ്യത്തിൻ്റെ വ്യാപാര മേഖലയിൽ വരുത്തിയത് വലിയ മാറ്റങ്ങളാണ്. ആ പണമില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തന്നെ താറുമാറാകും. ഇന്ത്യ രാജ്യത്തെ വ്യവസായ മേഖലകളൊക്കെ കൂപ്പുകുത്തി ഒന്നുമല്ലാതായി പോകും. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണമെന്ന് നാൾക്കുനാൾ പലയിടങ്ങളിലും ആളുകളില്ല എങ്കിൽ പോലും വേദികൾ കെട്ടി സംസാരിക്കുന്ന BJP RSS പ്രവർത്തകർ ഒരു കാര്യം ചിന്തിക്കുക. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് വന്നിട്ടുള്ള വിദേശ പൗരന്മാരോട് കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ, മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് പല അനധികൃത രീതിയിലും ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരോട് വിദേശ രാജ്യങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യ രാജ്യം തകർന്നു പോകും. അല്ലെങ്കിൽ ഇവിടെ ജീവിച്ച, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്ക് ഇന്ത്യയിലെ നിലവിൽ ഭരിക്കുന്ന കേന്ദ്രം പൗരത്വം നിഷേധിച്ചതുപോലെ അവിടെയുള്ള ഇന്ത്യക്കാർക്ക് ജോലി നിഷേധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും? അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനും, മുസ്ലിങ്ങളല്ലാത്ത ഒരു ഇന്ത്യക്കാരനും അറബ് രാഷ്ട്രങ്ങളിൽ വന്ന് ജോലി ചെയ്യണ്ട എന്ന് അറബ് രാഷ്ട്രങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകും? അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം പൗരത്വ ഭേദഗതി നിയമത്തോട് നിങ്ങൾക്ക് നോ പറയാൻ വേണ്ടി സാധിക്കും. ഈ കണക്ക് നിങ്ങൾ കേൾപ്പിക്കേണ്ടത്, എത്തിച്ചു കൊടുക്കേണ്ടത് RSS സംഘപരിവാർ പ്രവർത്തകർക്കാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.